മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ അശ്വതി ഭരണി കാർത്തിക 1-ാം പാദമടങ്ങുന്ന മേടക്കൂറുകാരുടെ വർഷം 2025 മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ആദ്യമായി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഈ മാസം 29-ാം തീയതി വരെ ശനിയുടെ പൊസിഷൻ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. അതിനാൽ കരിയറിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ജോബ് ചേഞ്ച് ചെയ്യാനും മറ്റും ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും. അതുപോലെ ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾ നന്നായി പരിശ്രമിച്ചാൽ പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം നല്ലതായിരിക്കും. ശുക്രൻ ഈ മാസം തൻ്റെ ഉച്ചസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത്. ബിസിനസ്സിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ്. ശുക്രൻ ധനസ്ഥാനാധിപനുമാണ്. ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ബുധൻ്റെ സ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബുധൻ നിങ്ങളുടെ 6-ാം ഭാവത്തിൻ്റെ അധിപനാണ്. നിൽക്കുന്നത് 12-ാം ഭാവത്തിലും. അതുകൊണ്ട് തന്നെ ബുധൻ ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട്. ഇതുകൂടാതെ ബുധൻ നിൽക്കുന്നത് മീനം രാശിയിലാണല്ലോ. ഇത് ബുധൻ്റെ നീചസ്ഥാനമാണ്. പക്ഷേ ഇവിടെ ബുധന് നീചഭംഗം സംഭവിക്കുന്നതാണ്. കാരണം ഇവിടെ ശുക്രനും നിൽക്കുന്നുണ്ട്. ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ്. ഈ സമയത്ത് സ്വയം തൊഴിലും മറ്റ് ചെറിയ ചെറിയ കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും. ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതുമായിരിക്കും. ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതാണ്. ഇത് ചിലപ്പോൾ വിദേശ യാത്രകളാകുവാനും സാധ്യതകളുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. പക്ഷേ 2-ാം പകുതിയിൽ നിങ്ങളിലൊരു അലസത വരാൻ സാധ്യതകളുണ്ട്. കാരണം 5-ാം ഭാവാധിപൻ സൂര്യൻ ഈ സമയത്ത് രാഹുവിനോടൊപ്പം മീനത്തിലായിരിക്കും നിൽക്കുന്നത്. ഇത് ഗ്രഹണദോഷം വരാൻ ഇടയാക്കുന്നതായിരിക്കും. കൂടാതെ മാർച്ച് 29-ാം തീയതി ഇവിടെ സൂര്യഗ്രഹണവും നടക്കുന്നുണ്ട്. ഇന്നേ ദിവസം തന്നെ ശനി ഇവിടെ പ്രവേശിക്കുന്നതും നിങ്ങളുടെ 7ര ശനിയുടെ 1-ാം ചരണം ആരംഭിക്കുന്നതുമായിരിക്കും. 2027 ജൂൺ 2-ാം തീയതി ശനി നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ 2-ാം ചരണം ആരംഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ 2.5 വർഷത്തിൻ്റെ 3 ചരണങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രഭാവത്തിന് 7ര ശനി എന്ന് പറയുന്നതും. വിദ്യാർത്ഥികൾ മാസത്തിൻ്റെ 2-ാം പകുതിയിൽ നന്നായി ശ്രദ്ധിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശുക്രൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് ദാമ്പത്യ ജീവിതം സുഖകരമാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. എങ്കിലും മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ശുക്രൻ നിൽക്കുന്ന രാശിയിൽ ഗ്രഹണദോഷമുണ്ടാകുന്നതും മാർച്ച് 29-ാം തീയതി സൂര്യഗ്രഹണം ഉണ്ടാകുന്നതും കാരണം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഗർഭവതികളായിട്ടുള്ള മഹിളകൾ ഈ സമയത്ത് വളരെ ശ്രദ്ധിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും. യാത്രയിൽ ഭക്ഷണപാനീയങ്ങളെ ശ്രദ്ധ ചെലുത്തുന്നത് ഉദരസംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ഇതാണ് മേടം രാശിക്കാരുടെ മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.